ചെങ്ങന്മാരൊരു കല്യാണം ഉണ്ടോ, അതും അലായ കാറ്ററിംഗ് നടത്തുന്ന കല്യാണം. ഈ അന്തപ്പെട്ട മഴയത്ത് അലായ കാറ്ററിംഗ് പുറത്തപ്പെട്ട ബിരിയാണി കൂടി ആകുമ്പോട്ടോ മോനെ എന്തൊരു പൊളി പൊളി. അപ്പൊ ചെങ്ങന്മാരെ, നമ്മൾ എന്നുള്ളത് ആറങ്ങോട്ടുകര അമാന ഓഡിറ്റോറിയത്തിലാണ്. നല്ല ഫുഡും ആംബിയൻസും ക്രിയേറ്റ് ചെയ്ത മലബാർ കല്യാണങ്ങൾ ഇന്നും അന്യം നിന്ന് പോയിട്ടില്ല എന്നറിയണമെങ്കിൽ അലായ കാറ്ററിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന കല്യാണങ്ങൾക്ക് വരണോ. എത്ര പെർഫെക്ഷനോട് കൂടിയിട്ടാണ് അവർ കാറ്ററിംഗിന്റെ ഓരോ സെക്ഷനും സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറി ചെന്നപ്പോ തന്നെ നല്ലൊരു ചിക്കൻ സൂപ്പ് കുടിച്ച് ഞാൻ എന്റെ കലാപരിപാടിയൊക്കെ തുടങ്ങിട്ടോ. പിന്നെ ഇവരെ ബീഫ് ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കണം, ദുനിയാവിന്റെ അങ്ങേയറ്റം വരും. അതിന്റെ ഒപ്പം തന്നെ ഒരു ന്യൂജൻ ചിക്കൻ സുർബിയാനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാടൻ ചോറ് വേണ്ടവർക്ക് പപ്പടവും മീൻ പൊരിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് ഓതന്റിക് സ്റ്റൈലുള്ള പൊരിക്കൽ. എന്തിനേറെ പറയണം, നല്ല സെറ്റ് അൽഫാമും റെഡി ആവുന്നുണ്ടാവും. അലായ കാറ്ററിംഗിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഉപയോഗിക്കുന്ന ഇറച്ചിയാവട്ടെ മറ്റു റോ മെറ്റീരിയൽസ് ആവട്ടെ അതിലൊന്നും ഒരു കോംപ്രമൈസിന് ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്യുന്ന അതത് സ്ഥലങ്ങളിലെ ലോക്കൽ മാർക്കറ്റുകളിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഇറച്ചിയാണ് ഇവർ ബിരിയാണിക്ക് വേണ്ടി മറ്റും ഉപയോഗിക്കുന്നത്. ഫുഡ് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ വേറെയും കല്യാണങ്ങൾക്ക് വരുന്നതാണ്, പക്ഷെ അതിനൊക്കെ വ്യത്യാസമായിട്ട് നല്ല ഫുഡാണ് സെർവ് ചെയ്തിട്ടുള്ളത്. ഫുഡിന്റെ ടേസ്റ്റിനേക്കാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മികച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെർവ് ചെയ്തു, നല്ല ആതിഥ്യ മര്യാദയോടെ സെർവ് ചെയ്തു. ശരിക്കും ഇഷ്ടപ്പെട്ടു. ഫുഡ് നല്ല സൂപ്പർ ഫുഡ്. ബീഫ് ബിരിയാണി പടച്ചു, നല്ല സ്മൂത്ത് ഫുഡ്. അടിപൊളിയായിരുന്നു, നല്ല കസ്റ്റമർ സർവീസാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അൽഫാമും സുർബിയാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൻപുറത്ത് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്നും മായാതെ കിടക്കുന്ന ഒന്നാണല്ലേ. അങ്ങനെ മായാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന കല്യാണങ്ങളും മറ്റ് ഇവന്റുകളും ഹോസ്റ്റ് ചെയ്യാൻ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടീമാണ് അലായ പ്രൊഫഷണൽ കാറ്ററിംഗ് സർവീസ്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഞാൻ വല്ലാണ്ട് തളർന്ന എനിക്കിനി പറ്റുമോ? അങ്ങനെ പറയല്ലേ, ഫീൽഡോട്ടായി പോകും.